കൂട്ടത്തിലെ ഏറ്റവും വലിയ ശിശു കുഞ്ഞാവ. ചെസ് നമ്പർ 15. ഞാൻ നാളോട് നിർത്തുമല്ലോ മോളെ. ഞാനല്ലേ ഇതാണാ തങ്കു. അടുത്ത കോഡ് നമ്പർ 15 15. ഇവന് കൊടുക്കുന്ന ട്രോഫിക്കകത്ത് പൊട്ടൻചക്കാതി എണ്ണ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് കാലം ചെരിപ്പിട്ട് കളിക്കാൻ പാടില്ല, മാർക്ക് കുറയ്ക്കണം. ശരിയാണ്, അത് ജഡ്ജ് കം സെലിബ്രിറ്റി തീരുമാനിക്കട്ടെ. നാടോടി നൃത്തമാണെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഡാൻസ് ആണ് ഞാൻ കാണുന്നത്. എനിക്കെന്നെ തെറ്റുപോള് പറഞ്ഞിട്ട് അതേപോലെ ഞാൻ സ്തംഭിച്ചു പോയി. ഡയലോഗ് വരാന്ന് വിചാരിച്ചേ. ബ്രേക്ക് ഡാൻസ് ആണെങ്കിൽ 100-ൽ 100 തകർത്തായിരുന്നു. ഫോക്ക് ഡാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, എഫേർട്ടിന് മാർക്ക് തരാം. ഇത് ബ്രേക്ക് ഡാൻസ് അല്ല, ഇത് ഒരു ബ്രേക്കും ഇല്ലാത്ത ഡാൻസ്. കുട്ടിക്ക് ഇഷ്ടായോ? പ്രോമിസ് ആയിട്ട് സത്യം മാത്രം പറയാൻ പാടുള്ളൂ. ഇഷ്ടായോ? എനിക്ക് ചിരി വന്നു. സത്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഒരു മഹിമ കൊണ്ട് തന്നെ ഒറ്റൊരു മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഫോക്ക് ഡാൻസ് മത്സരം ഇതോടുകൂടി നിർത്തുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അയ്യോ, ഞാൻ ഒറ്റപ്പെടും. ഇവരെ കൂടെ ഇറക്കി വിട്ടാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്തതായിട്ട് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് പ്രച്ഛന്ന വേഷമാണ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. പ്രച്ഛന്ന വേഷ മത്സരം തുടരുന്നു. വേദി 1 വൃദ്ധ വയോജന മത്സരം. നെക്സ്റ്റ് കോഡ് നമ്പർ 244 442. നാരായണത്ത് പ്രാന്തനെ ഞാൻ കാണിക്കാം. ഓൾറെഡി നാരായണത്ത് പ്രാന്തൻ. അത് കാണിക്കണ്ട. നീ വെറുതെ നാരായണന്റെ ആരാന്ന് ശരിയില്ലേ? നാരായണത്ത് പ്രാന്തൻ. ബാക്കി മത്സരം തുടരുന്നു. കോഡ് നമ്പർ 224. ഞായറാഴ്ച നാരായണത്ത് പ്രാന്തൻ. ഈ ചവറിന്റെ ഇന്ന് മാറ്റി ചവറ്. ഞായറാഴ്ച നാരായണത്ത് പ്രാന്തൻ ആണെങ്കിൽ നീ തിങ്കളാഴ്ച പ്രാന്തൻ എടുത്തോ. നാരായണത്ത് പ്രാന്തൻ. അങ്ങനെ ഇല്ല നാറാണ ഈ പറഞ്ഞത് പ്രാന്തൻ.
പോവാണ്. യുവജനോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ഏതായാലും അടുത്തൊരു ഐറ്റത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെസ് നമ്പർ നമ്മൾ നേരത്തെ കണ്ടല്ലോ 422 ഐറ്റം മാറി പറഞ്ഞതാണ്. അത് ഒരിക്കലും പ്രച്ഛന്നവേഷമായിരുന്നില്ല. സോറി, തെറ്റിപ്പോയി. ഓവർ ആക്ടിംഗ് മത്സരമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ചെയ്ത മമ്മൂക്കയുടെ പണികളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് ബാബാവിനെയാണ് നീ കഴിച്ചു വെച്ചത്? നീ പറഞ്ഞു നീ എന്നെ അടുത്ത് ചിരിച്ച പ്രൈസ് സീറ്റ് ഐറ്റം കാണിച്ചില്ല. വേണ്ട, ധാരാളം. മോണാക്ട് 2 എണ്ണം. വേണ്ട, 2 മോണാക്ട്. വേണ്ട, 2 എണ്ണോ? തന്നെ സഹിക്കാൻ പറ്റണില്ല. 2 മോണാക്ട്. 2 ഉപ്പ് സോഡ എന്നൊക്കെ പറഞ്ഞ കാര്യേ 2 മോണാക്ട്. ശരി, ഓക്കെ, ഒന്ന് മാർക്ക് ഇടാം ഇപ്പൊ കഴിഞ്ഞ ഓവർ ആക്ടിങ് ഐറ്റത്തിന്. എനിക്ക് തന്നെ പണിയൊന്നും വെക്കാല്ലേ. അയ്യോ, എനിക്കൊരു മിനിറ്റ് ഗ്യാപ്പ് വരുന്നില്ല. ആക്ഷൻ കാണിക്കുക. എന്റെ മോണാക്ട് പറയാം. ആര് പോണം? തങ്കച്ചാ ഫോൺ വരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. ഹലോ ഹലോ, നമ്മൾ ആർട്ടിൽ നിന്ന് വിളിക്കണേ. ആരാണ്? ആ ബിനീഷ് കൊണ്ടുവച്ച പാറക്കല്ല അവിടെ നിന്ന് മാറ്റൂ, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങ് കാണാല്ലേ? ആ പാറക്കല്ല നിർത്ത് മാറ്റൂ. ഒരു കാര്യം ചെയ്യാം, കല്ലിനെക്കാലും ആ പുള്ളി അങ്ങ് മാറ്റിയാലോ? ആ പുള്ളിയെ കല്ലൊക്കെ മാറ്റി കുറച്ചുകൂടെ സൗകര്യമായിരിക്കില്ലേ? അതെ, അതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളത്രയ്ക്ക് ശോഭന മേടയുടെ ബാക്കി നിൽപ്പുണ്ട്. ആ നാടകനൃത്തം കൊടുക്കുന്നെന്ന് ചോദിച്ചു. ചെന്നൈയിലെ അവരെ കലാക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, നല്ല വില ഇട്ടണേ കൊടുക്കാം. ഹലോ ഹലോ, യൂത്ത് ഫെസ്റ്റിവലിന് നിങ്ങളുടെ വല്ല ഐറ്റം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ നിങ്ങളുടെ കണക്കിന് കഴപ്പടക്കെട്ട് കിടക്കല്ലോ ചേട്ടാ. ഓക്കെ, റോങ് നമ്പർ ചേട്ടാ. ഓ ശരി. നല്ല അഭിപ്രായങ്ങളൊക്കെ വരുമ്പോഴേ ശരി.